ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ സ്റ്റെല്ല, ഫോർട്ട് കൊച്ചി സെൻറ്റ് ഫ്രാൻസിസ് CSI സഭയിലെ സഭാംഗമാണ്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി തന്നിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 106 25 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സങ്കീർത്തനത്തിൽ പറയുന്നത് ഇസ്രായേൽ ജനങ്ങളുടെ പരാജയം, അവരുടെ ഒരു പരാജയം, അവർ ദൈവത്തെ മറന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ വലിയ കാര്യങ്ങൾ ചെയ്ത് തൻ്റെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. ഹാമിൻ്റെ ദേശം എന്ന് പറയുന്നത് മിസ്രായേലിൻ്റെ മറ്റൊരു പേരാണ്. ജീവിതത്തിൻ്റെ പല വേളകളിലും അവർ ദൈവത്തെ മറന്നു പ്രവർത്തിച്ചു എന്നതാണ്. രണ്ടാമത്തേത് ഒരു പരാജയം, അവർ വചനം വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. 25 വാക്യം ഇപ്രകാരം പറയുന്നു: അവർ തങ്ങളുടെ കൂടാരത്തിങ്കൽ വെച്ച് പിറുപിറുത്തു, യഹോവയുടെ വചനം കേൾക്കാതെയും ഇരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ മൂന്നാമത്തെ പരാജയം എന്ന് പറയുന്നത് അവർ ദൈവത്തെ കോപിപ്പിച്ചു എന്നുള്ളതാണ്. അവർ തങ്ങളുടെ പ്രവൃത്തി കൊണ്ട് കർത്താവിൻ്റെ കോപം ജ്വലിപ്പിച്ചു. അവരുടെ ഇടയിൽ ഒരു മഹാമാരി പടർന്നു പിടിച്ചു. മെരീബ വെള്ളത്തിങ്കൽ വെച്ച് അവർ അവനെ കോപിപ്പിച്ചു എന്ന രണ്ടാമത്തെ പദം മോശയെ കോപിപ്പിച്ചു എന്നുള്ളതാണ്. മെരീബ വെള്ളത്തിങ്കൽ വെച്ച് അവൻ കോപിപ്പിച്ചു അവരെ, അത് മൂലം മോശയ്ക്കു ദോഷം ഭവിച്ചു. പിന്നെ പറയുന്നത് അവർ അവനെ മനോവേദന ഉളവാക്കി, അവൻ വിവേകരഹിതമായി സംസാരിച്ചു. യഹോവ കൽപ്പിച്ചതൊന്നും അവർ അനുസരിച്ചില്ല എന്നുള്ളതാണ്. യഹോവ കൽപ്പിച്ചതുപോലെ അവർ ജാതികളെ നശിപ്പിച്ചില്ല. അതിനു പകരം അവർ അവരുടെ ഇടയിൽ അവരുടെ ആചാരങ്ങളെ ശീലിച്ചു. അവരുടെ വിഗ്രഹങ്ങളെയും അവർ സേവിച്ചു. അവ അവർക്കൊരു കെണിയായി തീർന്നു. ഈ സങ്കീർത്തനം നമ്മൾ ധ്യാനിച്ചപ്പോൾ യഹോവയെ നമ്മൾ എക്കാലവും ധ്യാനിക്കണം, യഹോവയെ നമ്മൾ അനുസരിക്കണം. ആമേൻ.